ബിഗ് ബോസിന്റെ ഒരു സീസണിലും ഇത്രയും കലിപ്പന്മാരായ വൈൽഡ് കാർഡിനെ നേരിടേണ്ടതായി മത്സരാർത്ഥികൾക്ക് വന്നിട്ടുണ്ടോ എന്ന് സംശയമാണ്. ഇതുവരെയും നമ്മൾ എത്രയൊക്കെ വിമർശിച്ചാലും റിയാസ് ഒരു സൂപ്പർ വൈൽഡ് കാർഡ് ആയിരുന്നു. പക്ഷെ റിയാസിനെ പോലും വെല്ലുന്ന വൈൽഡ് കാർഡുകൾ സീസൺ 6 ഇപ്പോൾ കയറി പോയിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ ഇനി സംസാരിക്കാൻ പോകുന്നത് DJ സിബിനെ കുറിച്ചാണ്. സത്യം പറഞ്ഞാൽ പവർ ടീമിനെയും ക്യാപ്റ്റനെയും അസ്ഥി ഉരുക്കുന്ന പോലെ ഉരുക്കി കളഞ്ഞു എന്ന് തന്നെ പറയാം. അതായത് ഏറ്റവും കൂടുതൽ പൊളിച്ചത് ഗബ്രിയാണ്. പൊളിച്ചങ്ങ് ഇല്ലാണ്ടാക്കി. അവസാനം ജാസ്മിനെ അങ്ങ് ഒന്നുമല്ലാതാക്കി കളഞ്ഞിട്ടാണ് സിബിനും ടീമും ഇറങ്ങിപ്പോയത്. സിബിൻ മാത്രമല്ല, അതിനകത്ത് വളരെ നന്നായിട്ട് അപ്സര പെർഫോം ചെയ്യുന്നുണ്ട്. കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ ശ്രീരേഖയും ശ്രീതുവും പെർഫോം ചെയ്തു. അത് താരതമ്യേന നമ്മൾ കണ്ടുവന്നതിലും ബെറ്റർ ആയിരുന്നു എന്നും കാണാം. ഒരു ടീം എന്ന നിലയിൽ സിബിന്റെ ടീം ഗംഭീരമായിട്ട് പെർഫോം ചെയ്തു. ഇൻഡിവിജ്വൽ പ്ലേ എന്ന നിലയിൽ നോക്കിയാൽ സിബിൻ തകർത്ത് കളഞ്ഞു. അതായത് കാണുന്നവർക്ക് നമ്മൾ കൈയടിച്ചു പോകുന്ന ഒരുപാട് മൊമെന്റ്സ് ആ ഒരു ഡിബേറ്റിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു എന്ന് തന്നെ പറയാം. അവസാനത്തെ കാര്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. അതായത് ജാസ്മിന് ക്യാപ്റ്റന് ലാസ്റ്റ് ഒരു ചോദ്യം ചോദിക്കാനുള്ള അവസരം ബിഗ് ബോസ് കൊടുക്കും. അങ്ങനെ ക്യാപ്റ്റൻ ആയിട്ടുള്ള ജാസ്മിൻ ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ അതങ്ങ് നമ്മുടെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നീണ്ടു കിടക്കുന്ന ഒരു അന്യായ ചോദ്യമാണ്. അത് വലിച്ചു നീട്ടാവുന്നതിന്റെ എക്സ്ട്രീം ലെവൽ ചോദ്യം. ആദ്യ ആഴ്ചയിൽ ഇവിടെ മറ്റേ നമ്മുടെ പവർ റൂമിലേക്ക് ഒരാളെ തിരഞ്ഞെടുക്കാമെന്ന് ബിഗ് ബോസ് പറഞ്ഞപ്പോൾ സിജോയും ഞാനും ഋഷിയും വന്ന് സംസാരിച്ചു. അപ്പോൾ ഋഷി സംസാരിച്ചത് ഒട്ടും ശരിയല്ല, അതേ സമയത്ത് സിജോ സംസാരിച്ചതിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ബിഗ് ബോസ് ഇടപെട്ട് അത് തിരുത്തി കൊടുത്തു. അതിനുശേഷം ഞാൻ സംസാരിച്ചു, ഞാൻ നന്നായി സംസാരിച്ചു എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്നെ പവർ ടീമിലേക്ക് അവർ തിരഞ്ഞെടുത്തത് ആരുടെ ഡിസിഷനാണെന്ന് എനിക്കറിയില്ല. അതേ സമയത്ത് ശ്രീരേഖ എന്ന് പറയുന്ന ഒരാൾ മാത്രമാണ് അതിനെ എതിർത്തത്. എന്നാൽ മെജോറിറ്റി പറഞ്ഞു ഞാനായിരുന്നു അതിനകത്ത് നന്നായി പെർഫോം ചെയ്തത് എന്ന്. അതുകൊണ്ടാണ് അവർ എന്നെ തിരഞ്ഞെടുത്തത്. അവരുടെ ഡിസിഷൻ ശരിയായിരുന്നോ തെറ്റായിരുന്നോ, ആനയാണ് ചേനയാണ് മാങ്ങയാണ് മാങ്ങാത്തൊലിയാണ്? എൻ്റെ പൊന്നെ, ആ ചോദ്യം തന്നെ തലപ്രാന്ത് പിടിക്കുന്ന ഒരു ചോദ്യം. ഡയറക്റ്റ് ഒരു ക്വസ്റ്റ്യൻ പോലും ചോദിച്ചില്ല. എന്നിട്ട് ജാസ്മിൻ്റെ ഒരു ഡയലോഗ് കൊണ്ടിട്ട് അത് ഭയങ്കര കോമഡിയാണ്. എന്ന് വെച്ചാൽ ജാസ്മിൻ പറയല്ലേ, എനിക്ക് പവർ ടീമിനെ പോലെ വലിച്ചു നീട്ടി പറയാൻ താല്പര്യമൊന്നുമില്ല, എനിക്ക് ഉത്തരവും അങ്ങനെ കേൾക്കണ്ട, എനിക്ക് യെസ് ഓർ നോ കേട്ടാൽ മതി എന്ന് ജാസ്മിൻ പറയുന്നു. അവിടെ തന്നെ സത്യം പറഞ്ഞാൽ നമ്മുടെ സിബിൻ തകർത്ത് കളഞ്ഞു. യെസ് ഓർ നോ ആയിട്ടാണെങ്കിൽ എനിക്ക് പറയാൻ ബുദ്ധിമുട്ടാണ്. നോ പറഞ്ഞിട്ട് നിങ്ങൾ എന്നെ സംസാരിക്കാൻ അനുവദിക്കുമെങ്കിൽ ഞാൻ ഉത്തരം പറയാം. അപ്പോൾ ജാസ്മിൻ വീണ്ടും എനിക്ക് യെസ് ഓർ നോ ആണ് കിട്ടേണ്ടത്, വലിച്ചു നീട്ടാൻ താല്പര്യമില്ല. അപ്പൊ സിബിൻ, നിങ്ങളുടെ ചോദ്യം തന്നെ ഒരു വലിച്ചു നീട്ടലാണ്. അത് കാരണം ഇവിടെ തലപ്രാന്ത് പിടിച്ചിരിക്കുകയാണ് മനുഷ്യൻ. ഉത്തരം പിന്നെ നിങ്ങൾ ചോദിക്കുന്ന പോലെ നിങ്ങൾ പറയുന്ന പോലെ തന്നെ ഉത്തരം പറയണമെന്ന് വെച്ചാൽ നടക്കില്ല. ചോദ്യം ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. എന്ത് ചോദിക്കണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. എന്തുത്തരം പറയണമെന്നുള്ളത് ഞാനാണ് തീരുമാനിക്കേണ്ടത്. അപ്പൊ ജാസ്മിൻ വീണ്ടും ഇല്ല, യെസ് ഓർ നോ പറഞ്ഞേ പറ്റൂ. അപ്പോൾ സിബിൻ അങ്ങോട്ട് യെസ് ഓർ നോ പറഞ്ഞേ പറ്റുള്ളൂ. അപ്പോൾ ജാസ്മിൻ പറഞ്ഞേ പറ്റൂ. അപ്പോൾ നമ്മുടെ സിബിൻ, എനിക്ക് പറയാൻ സൗകര്യമില്ല. ഇത് സൗകര്യമില്ല എന്ന് കേട്ടതും ബിഗ് ബോസ് ബസറും കൂടെ അടിച്ചു കൊടുത്തു. ഒരു മൊമെന്റ് ആയിരുന്നു കേട്ടോ. അത് പൊളിയായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിനുശേഷം അടിപൊളിയായിരുന്നു ഗൈസ്, എല്ലാവരും കൊള്ളാന്നൊക്കെ പറഞ്ഞിട്ട് ഈ സിബിൻ ടീമിനെയും വിളിച്ചുകൊണ്ട് ആക്ടിവിറ്റി ഏരിയയിൽ നിന്ന് വെളിയിലേക്ക് പോവാണ്. പോകുന്ന കൂട്ടത്തിൽ ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ നിൽക്കട്ടെ, നമുക്ക് പോവാം, അവൾ അവിടെ കിടന്ന് വെഴുകെട്ടെന്ന്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സിബിൻ ആ ഒരു ഓപ്പർച്യൂണിറ്റി അടിപൊളിയായിട്ട് യൂസ് ചെയ്തു. എനിക്ക് വളരെ ഇംപ്രസീവായി തോന്നിയൊരു കാര്യം, അവർക്ക് സംസാരിക്കാനുള്ള ടാലൻ്റ് ഉണ്ട്. നന്നായിട്ട് ഡിബേറ്റുകളിൽ പെർഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ സിബിൻ സ്കോർ ചെയ്തു. അത് തന്നെയാണ് നേരത്തെ പൂജയുടെ കാര്യത്തിലും പറ്റിയത്. ഇവർ നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്, അത് അടിപൊളിയായിട്ടുണ്ട്. സിബിൻ ശരിക്കും പറഞ്ഞാൽ ഗംഭീരമായിട്ട് പെർഫോം ചെയ്തു. ഗബ്രിയുടെ ഒരു ഗെയിമിനെ പൊളിച്ച് അടുക്കി കൊടുത്തൊരു സംഭവമുണ്ട്. അത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ വരാം. തൽക്കാലം ബൈ.